ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4.5 കൊല്ലം പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ചിട്ടും ഇടതുപക്ഷ സർക്കാരിന് അവർ ഉദ്ദേശിച്ച പല ആളുകളെയും സംരക്ഷിക്കാനായില്ല. അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കാതെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റും വെളിപ്പെടുത്തലുകൾ നടത്തിയ നടികളുടെ മൊഴി രേഖപ്പെടുത്തി വിവാദങ്ങൾ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനാണ് സർക്കാർ നീക്കം. യഥാർത്ഥത്തിൽ ഒരു ഹൈക്കോടതി ജസ്റ്റിസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് പകരം, അതിൽ നടപടിയെടുക്കുന്നതിന് പകരം ADGPയുടെ നേതൃത്വത്തിലുള്ള വനിതാ IPSകാർ ഉൾപ്പെട്ട ഒരു പോലീസ് സംഘത്തെ നിയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നം ലളിതവൽക്കരിക്കാൻ സർക്കാരിന് കഴിയില്ല എന്നു തെളിയിക്കുന്നതാണ് പരസ്യമായി രംഗത്ത് വന്ന പല നടിമാരും ഉന്നതരായ പല നടന്മാരുടെയും കാമകേളികൾ തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, കേസെടുക്കപ്പെട്ടിരിക്കുന്നത് പ്രമുഖ നടന്മാരായ സിദ്ദിഖിൻ്റെയും മണിയമ്പിള്ള രാജുവിൻ്റെയും ജയസൂര്യയുടെയും ഒക്കെ പേരിലാണ്. കാരണം ഇവരാരും അത്ര മോശക്കാരായ നടന്മാരല്ല. നടന്മാർ എന്ന നിലയിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ച ഇവർ വെള്ളിത്തിരയിൽ എന്താണോ അതല്ല ജീവിതത്തിൽ എന്ന് തെളിയിക്കുന്നതാണ് ഈ പിന്നാമ്പുറ കഥകൾ. ഇപ്പോൾ സിദ്ദിഖിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ, ജീവപര്യന്തം ശിക്ഷ പോലും ലഭിക്കാവുന്ന വകുപ്പുകൾ ഇട്ടാണ് കേസെടുത്തിരിക്കുന്നത്. സിദ്ദിഖിനെതിരെ പരാതി ഉന്നയിച്ച നടിക്കെതിരെ സിദ്ദിഖ് മറ്റൊരു പരാതി DGPക്ക് നൽകിയിരുന്നു. കാരണം ലൊക്കേഷനിലായിരുന്നു ഈ പറയുന്ന ദിവസം 2016 എന്നായിരുന്നു സിദ്ദിഖിൻ്റെ നിലപാട്. പക്ഷേ ഇന്ന് അന്വേഷണ സംഘം നടി പറഞ്ഞ മസ്കറ്റ് ഹോട്ടലിൽ പരിശോധന നടത്തുകയും സിദ്ദിഖ് ആ ദിവസം മസ്കറ്റ് ഹോട്ടലിൻ്റെ 1-ാം നിലയിലെ മുറിയിൽ താമസിച്ചിരുന്നതായുള്ള രേഖകൾ പിടിച്ചെടുക്കുകയും നടി സന്ദർശക രജിസ്റ്ററിൽ ഒപ്പിട്ട് സിദ്ദിഖിനെ കാണാൻ എത്തിയിരുന്നതായുള്ള രേഖ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ അടുത്ത ദിവസം കോടതിയിൽ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. അവരുടെ മെഡിക്കൽ പരിശോധന ഇതിനകം തന്നെ നടത്തിക്കഴിഞ്ഞു. അപ്പോൾ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് അകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ആര്, ഉന്നതരായ പ്രമുഖരായ മറ്റു നടന്മാർ ആരെല്ലാമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, നടികളെ പീഡിപ്പിച്ചിരിക്കുന്നത്, ആർക്കെല്ലാം എതിരെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുള്ളത്, പരാതിയുള്ളത് എന്നാണ് കേരളം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് എഴുത്തുകാരനായ T. പത്മനാഭനും കവിയായ കൽപ്പറ്റ നാരായണനും പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. തിമിംഗലങ്ങളുടെ പേരാണ് ഇനി പുറത്തു വരാനുള്ളത് എന്നാണ് T. പത്മനാഭൻ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞത്. കൽപ്പറ്റയാകട്ടെ 4.5 കൊല്ലം റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് ഉന്നതരെ രക്ഷിക്കാനാണ്. അത് കഴിഞ്ഞ് ഭാഗികമായി അത് പുറത്തുവിടുമ്പോൾ തന്നെ വീണ്ടും പേരുകൾ ഇളക്കി മാറ്റി ഇതെല്ലാം വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്നാണ് കൽപ്പറ്റ മാഷ് പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ സാംസ്കാരിക നായകർ, നമ്മുടെ ചലച്ചിത്ര രംഗത്തെ നായകന്മാർ ഉൾപ്പെട്ട ഈ കേസുകളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം മുകേഷ് MLA ആണ്, സിനിമ നയരൂപീകരണ കമ്മിറ്റിയിലെ അംഗമാണ്. അപ്പോൾ ആ കമ്മിറ്റിയിൽ നിന്ന് മുകേഷിനെ പുറത്താക്കാൻ CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഷാജി N. കരുണാണ് ആ കമ്മിറ്റിയുടെ ചെയർമാൻ. ഷാജി N. കരുൺ പറയുന്നത് അങ്ങനെ ഈ കമ്മിറ്റിയിൽ എന്തായാലും ആരോപണ വിധേയർ പാടില്ല. ഇതോടൊപ്പം വിനയനും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഫെഫ്കയുടെ ചെയർമാനായ B. ഉണ്ണികൃഷ്ണനെ കുറിച്ചാണ്. കാരണം B. ഉണ്ണികൃഷ്ണൻ തൊഴിൽ നിഷേധിച്ചു എന്ന് കണ്ടെത്തുകയും അതിനെതിരെ സുപ്രീം കോടതിയിൽ ഉണ്ണികൃഷ്ണൻ കേസിന് പോയെങ്കിലും സുപ്രീം കോടതി ആ ആരോപണം ശരിവെക്കുകയും അങ്ങനെ പിഴശിക്ഷയ്ക്ക് വിധേയനായ ആളാണ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ അതുകൊണ്ട് B. ഉണ്ണികൃഷ്ണനെയും ഈ സമിതിയിൽ നിന്ന് പുറത്താക്കണം, മുകേഷിനെയും പുറത്താക്കണം എന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. ഇത് രണ്ടും
ചെയ്യേണ്ടി വരും എന്നാണ് അറിയുന്നത്. കാരണം ഈ സിനിമാ കോൺക്ലേവ് നടത്തുന്നതുൾപ്പെടെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് ഈ ഷാജി എൻ കരുൺ അധ്യക്ഷനായ സിനിമാ നയരൂപീകരണ സമിതിയാണ്. അപ്പോൾ നേരത്തെ രഞ്ജിത്ത് ആരോപണ വിധേയനായി കേസിൽ അകപ്പെട്ടതോടെ രഞ്ജിത്ത് അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതുപോലെ ഇനിയും പലരും അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു പ്രത്യേക അന്വേഷണ ഏജൻസിയെ സർക്കാർ നിയോഗിച്ചത്. അപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ ദിവസം മുതൽ സർക്കാർ എടുത്ത ഓരോ നടപടിയും അവർക്ക് തന്നെ ബൂമറാങ്ങായി മാറിയിരിക്കുകയാണ്. കാരണം 4.5 കൊല്ലം പൂഴ്ത്തിവെച്ചത് അവർക്ക് ഗുണം ചെയ്തില്ല. അത് കഴിഞ്ഞ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് എന്ന് പറഞ്ഞ് അത് പുറത്തുവിടാതിരുന്നത് ഗുണം ചെയ്തില്ല. ജസ്റ്റിസ് ഹേമ ഇത് പുറത്തുവിടരുത് എന്ന് പറഞ്ഞ് അതുകൊണ്ടും അവർക്ക് രക്ഷ കിട്ടിയില്ല. ഹൈക്കോടതിയിൽ ഒരു നടി പോയി, ഹൈക്കോടതി അത് പുറത്തുവിടാൻ തന്നെ ഉത്തരവിട്ടു. എന്നിട്ടും അതിൽ നിന്ന് പേരുകൾ ഇളക്കി മാറ്റി. ഇങ്ങനെ തൊട്ടതെല്ലാം വിവാദമായി മാറുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടികൾ നൽകിയ മൊഴിയിൽ അതിപ്രശസ്തരായ ചില നടന്മാരുണ്ട്. അവരുടെ പേരുകൾ വെളിപ്പെടുത്തണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസും UDF-ഉം യുവമോർച്ചയും എല്ലാം തന്നെ സമരരംഗത്താണ്. മുകേഷിൻ്റെ കൊല്ലത്തെ 2 വീടുകൾക്ക് മുന്നിലും തിരുവനന്തപുരത്ത് കുമാരപുരത്തെ വീട്ടിലുമെല്ലാം വനിതാ സംഘടനകൾ പ്രക്ഷോഭത്തിലാണ്. അതുപോലെ സാറാ ജോസഫ് ഉൾപ്പെടെ 100ഓളം പ്രശസ്തരായ സ്ത്രീകൾ, എഴുത്തുകാർ മുകേഷിൻ്റെ രാജിയെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും LDF കൺവീനർ ജയരാജൻ പറയുന്നത് നേരത്തെ ആരോപണ വിധേയരായ 2 കോൺഗ്രസ് MLA-മാർ രാജിവെക്കട്ടെ, അവർ രാജിവെച്ചാൽ 3ാമത്തെ ആളായി മുകേഷ് രാജിവെക്കാമെന്നാണ്. അത് ഒരു ഇടതുപക്ഷ നേതാവിന്, ഒരു LDF കൺവീനർക്ക് ചേർന്ന മറുപടിയാണെന്ന് തോന്നുന്നില്ല. അതേസമയം CPI-യുടെ അഖിലേന്ത്യാ നേതാവ് ആനി രാജ സംശയത്തിനിട നൽകാതെ ഒരു നിമിഷം പോലും മുകേഷ് MLA സ്ഥാനത്ത് തുടരരുത് എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ CPI അതീവ ഗൗരവമായിട്ടാണ് ഈ മുകേഷിനെതിരെ ഉണ്ടായിരിക്കുന്ന കേസെടുത്തിരിക്കുന്നത്. കാരണം ജീവപര്യന്തം തടവ് പോലും ലഭിക്കാവുന്ന വകുപ്പുകളിലിട്ടാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും CPM സെക്രട്ടറിയെയും ബിനോയ് വിശ്വം നേരിട്ട് കണ്ട് തങ്ങളുടെ അഭിപ്രായം അറിയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.